നമ്മൾ സംസാരിക്കാൻ ബൊളീവിയ ബ്രസീൽ മാച്ച് ആയിരുന്നു. ബൊളീവിയ ഹോം മാച്ച് ആയിരുന്നു. ഈ കഴിഞ്ഞ പൊസിഷൻ പറയുകയാണെങ്കിൽ 4-3-3 പൊസിഷനിലായിരുന്നു ബൊളീവിയ കളിച്ച്, 4-3-3 പൊസിഷനിൽ ബ്രസീലും കളിച്ച്. കഴിഞ്ഞ കളിയിലെ ബ്രസീലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിൽ കുറെ ചേഞ്ചുകളെ പറ്റിയിട്ടാണ് ബ്രസീൽ കളിച്ചത്. കളി ഫസ്റ്റ് ഹാഫിൽ തന്നെ ഡോമിനേറ്റ് ചെയ്ത ഫുള്ളും ബൊളീവിയ ആയിരുന്നു. ബൊളീവിയനായിരുന്നു നല്ല കളിയായിരുന്നു ബൊളീവിയ കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ നല്ല കളി വെച്ചാൽ നല്ല കളി, അടിപൊളി മാച്ച് ആയിരുന്നു ബൊളീവിയനായിരുന്നു വന്നത്. അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 45 മിനിറ്റിൽ തന്നെ ഒരു പെനൽറ്റി കിട്ടി, ഒരു ഗോൾ അടിച്ച് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോളിൽ വന്ന് ബൊളീവിയ. ആ ഗോൾ എന്തൊക്കെ വാറൊക്കെ ചെക്ക് ചെയ്തിരിക്കണം, എന്തൊക്കെ വിവാദാവേണ്ട എന്തോ പ്രശ്നമുണ്ട്, അത് വിവാദമാവും എന്തായാലും, അത് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എന്തായാലും. അതിനുശേഷം സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ബ്രസീല് ഫുൾ ചേഞ്ചുകൾ വരുത്തി. 60 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എസ്റ്റാവിയോ, മാർക്കിനിയോസ് എല്ലാ പ്ലേയേഴ്സും ചേഞ്ചുകളൊക്കെ വരുത്തി. റാഫിനിയൊക്കെ എത്തി. എന്നിട്ടും ആ കഴിഞ്ഞ കളിന്റെ ആ കളി വന്നില്ല, ആ മാച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ കളി വെച്ച് നോക്കുമ്പോ ആ മാച്ചിന്റെ ഒന്നും ഈ ഇതിലേക്ക് വന്നിട്ടില്ല. കാരണം വെച്ചാല് കഴിഞ്ഞ കളി ഭയങ്കര ഡോമിനേറ്റ് 3-0 ജയിച്ചായിരുന്നു. ആ മാച്ച് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താ ഫുൾ പ്ലേസിനെ മാറ്റിയെങ്കിലും റെഡി ആകണില്ല. പിന്നെ ആണെങ്കിൽ ഈ കളിന്റെ റിസൾട്ട് വരെ 1-0 ആയിരുന്നു. പിന്നെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ബ്രസീലിലെ ക്വാളിഫൈ സ്റ്റാർട്ട് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ 5ാം സ്ഥാനത്തായിരുന്നു ക്വാളിഫൈയിൽ ഇപ്പോ ടേബിളിൽ ഫിനിഷ് ചെയ്ത്. കഴിഞ്ഞ കൊല്ലത്തെ ഇപ്പോഴത്തെ 36 ടീം എന്നുള്ളതല്ല, 46 ടീം എന്നുള്ളത് പണ്ടത്തെ മാതിരിയാണെങ്കിൽ ഓൾറെഡി ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. 32 ടീമാണ് ബ്രസീൽ ഓൾറെഡി ഇപ്പൊ ക്വാളിഫൈ ചെയ്യുന്നത്. പ്ലേ ഓഫ് ഒക്കെ കളിച്ചിട്ടായിരുന്നു വേൾഡ് കപ്പിലേക്ക് വരേണ്ടത്. അപ്പം ക്വാളിഫൈന്റെ ചരിത്രത്തിൽ തന്നെ ബ്രസീലിന്റെ ഏറ്റവും മോശം ക്വാളിഫൈ വർഷമായിരുന്നു ഇത്. കാരണം ബ്രസീൽ എപ്പോഴും ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ ആയിട്ടാണ് ക്വാളിഫൈ ചെയ്ത്. 5ാം സ്ഥാനത്തായാണ് ടീമിന്റെ എണ്ണം കൂട്ടിയതുകൊണ്ട് മാത്രമാണ് ക്വാളിഫൈ ഇപ്പോ ഡയറക്റ്റ് കിട്ടിയത്. അല്ലെങ്കിൽ പ്ലേ ഓഫ് കളിച്ചിട്ടാണ് ബ്രസീല് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി. ഇത് ബ്രസീലിന് ഇപ്പോ എന്താ പറയാ, ബ്രസീലിന്റെ വേൾഡ് കപ്പിന്റെ ലാസ്റ്റ് ക്വാളിഫൈ മാച്ച് ആയിരുന്നു. ഇനിയിപ്പോ ഓൾറെഡി എന്താ പറയാ, എനിക്ക് കോൺഫിഡന്റ് ഇല്ലാണ്ടായിരിക്കും ഇനിയിപ്പോ വേൾഡ് കപ്പിലേക്ക് പോവാ. ഇപ്പൊ അതിന്റെ മുന്നത്തെ മാച്ചാണെങ്കിൽ അർജന്റീന തോറ്റും ചെയ്ത്. അർജന്റീന ക്വാളിഫൈ ഇല്ലാണ്ടായിരിക്കും അർജന്റീന പോവാ. അത് കാരണം അത് കാണിക്കും. ഇപ്പൊ ഫ്രണ്ട്ലി മാച്ച് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഇന്നത്തെ ക്വാളിഫൈ മാച്ച് കഴിഞ്ഞില്ല. ലാസ്റ്റ് ക്വാളിഫൈ മാച്ച് ആയിരുന്നു. ഇനി വേൾഡ് കപ്പ് മാച്ച് ഇനി കാര്യമായിട്ട് ഉണ്ടാവാം. അപ്പൊ ആ കോൺഫിഡന്റ് കാണിക്കും അർജന്റീന ആയാലും ബ്രസീലാണെങ്കിലും. ഇനിയിപ്പോ അഞ്ചലോട്ടിക്കാണെങ്കിൽ കുറെ ചേഞ്ചുകളൊക്കെ വരുത്തേണ്ടി വരും. അപ്പം ഇന്നത്തെ മാച്ച് ഭയങ്കര മോശമായിരുന്നു ബ്രസീൽ കളിച്ചത്. കാരണം ഫുൾ ഡോമിനേറ്റ് ചെയ്ത് ഫുള്ള് ഷോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ബോൾ പുഷിന്റെ കാര്യത്തിലാണെങ്കിൽ ഫുള്ളും ബൊളീവിയ ആയിരുന്നു കളിച്ചത്.